സുവിശേഷ പ്രഘോഷകരാകാൻ ഈശോയുമായുള്ള സംഭാഷണം അനിവാര്യം. ലിയോ പാപ്പ. ഈശോയുടെ പ്രഘോഷകരാകാൻ ഈശോയുമായുള്ള സംഭാഷണം ഏറ്റവും അനിവാര്യമാണെന്ന് 2026 മാർച്ച് 8 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ലിയോ പാപ്പ പഠിപ്പിച്ചു. പാപ്പ പറയുന്നത് യേശു നമ്മുടെ ദാഹത്തിനുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് എന്നാണ്. സമറിയക്കാരിയായ സ്ത്രീയോട് ഈശോ പറയുന്നത് ഈശോയുമായുള്ള കൂടിക്കാഴ്ച ഓരോരുത്തരുടെയും ആഴങ്ങളിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന ഒരു നീരുറവയെ സജീവമാക്കുന്നു എന്നാണ്. പാപ്പ തുടർന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊരു ഊർജവും നമുക്ക് ചിലവഴിക്കുവാനില്ല എന്നാണ്. ഈശോയും സമറിയക്കാരി സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ശിഷ്യർ വളരെ ആശ്ചര്യപ്പെടുന്നു എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിന് കാരണം ഈശോയുടെ ദൗത്യം ശരിക്കും മനസ്സിലാക്കുവാൻ ശിഷ്യർക്ക് കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ വിചിന്തന വിഷയമായ ഒരു വലിയ സത്യമാണ് ഈശോ അവരോട് പറയുന്നത്. അവിടുന്ന് പറയുന്നു, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. പാപ്പ പറയുന്നത് ഈശോ ഇന്ന് സഭയോട്, നമ്മോട് പറയുന്നത് കണ്ണുകൾ ഉയർത്തി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനാണ്. വിളവെടുപ്പിന് 4 മാസം മുമ്പ് വയലുകളിൽ മിക്കവാറും ഒന്നും കാണാൻ കഴിയില്ല. ഇതുപോലെ നമ്മൾ ഒന്നും കാണാത്തിടത്ത് കൃപ പ്രവർത്തിക്കുന്നു. ലിയോ പാപ്പ പറയുന്നത് വിളവെടുപ്പിന് ധാരാളം ഫലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. വിളവെടുപ്പ് സമർത്ഥമാണ്, പക്ഷേ വേലക്കാർ കുറവാണ്. കാരണം അവർ മറ്റ് പ്രവർത്തനങ്ങളാൽ വ്യതിചലിക്കപ്പെടുന്നു. അത് ശരിയല്ല എന്നാണ് പാപ്പ പഠിപ്പിക്കുന്നത്. ലിയോ പാപ്പായുടെ വീക്ഷണമനുസരിച്ച് ഈശോയ്ക്ക് ആ സ്ത്രീയെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, അവളെ അവഗണിക്കാമായിരുന്നു. പകരം ഈശോ അവളോട് സംസാരിക്കുന്നു, അവളെ ശ്രദ്ധിക്കുന്നു. നിഗൂഢമായ ഉദ്ദേശങ്ങളില്ലാതെയും അജ്ഞത ഇല്ലാതെയും ഈശോ അവൾക്ക് അംഗീകാരം നൽകുന്നു. വിളവെടുപ്പിന് പാകമായത് നമ്മൾ തിരിച്ചറിയണം. ലിയോ പാപ്പ പറയുന്നത് ഇന്നും എത്രയോ പേർ ഇതേ ദയയും ഈശോയുടേതുപോലെ തുറന്ന മനസ്സും തേടുന്നു. നാം കണ്ടുമുട്ടുന്നവരെ അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കുവാൻ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നത് എത്രയോ മനോഹരമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തൻ്റെ രക്ഷാകര കർമ്മത്തിൽ മുഴുകിയ ഈശോ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയി എന്നതാണ്. മറിച്ച് എല്ലാവരിലേക്കും ആഴത്തിൽ എത്തിച്ചേരാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്താൽ ഈശോ അത്രയധികം പോഷിപ്പിക്കപ്പെട്ടു. നിന്ദിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യപ്പെട്ട അവസ്ഥയിൽ വെള്ളം കോരാൻ വന്ന സമറിയക്കാരി ഈശോയുമായുള്ള തൻ്റെ സംഭാഷണത്തിന് ശേഷം അവളുടെ ഗ്രാമത്തിലും മറ്റും ഈശോയുടെ വലിയ സാക്ഷികളായി മാറുന്നു. അതുവഴി ധാരാളം പേർ ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നു. ലിയോ പാപ്പ പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ദിശാബോധം നഷ്ടപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്ത പാപിനിയായ സ്ത്രീയിൽ യേശുവുമായുള്ള സംഭാഷണം ക്രമമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഈശോയിൽ പ്രവാചകനെയും മിശിഹായെയും രക്ഷകനെയും കാണാൻ സാധിക്കുകയും